This is me Reshma Ashok. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് നമ്മുടെ CA IPCC നവംബർ 2019 ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഇൻകം ടാക്സ് ആണ്, അങ്ങനെ ഡയറക്റ്റ് ടാക്സ്. ഇത് ചാപ്റ്റർ വൈസ് ആയിട്ടുള്ളതായിരിക്കും ഞാൻ ഇനി അങ്ങോട്ടുള്ള വീഡിയോസിൽ പറയുന്നത്. എല്ലാ ചാപ്റ്ററിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ ഉറപ്പായിട്ട് നോക്കേണ്ടതായിട്ടുള്ളതും ഇതുവരെ നമ്മുടെ മെയ് 2019 വരെയുള്ള അമെൻമെൻറ്റ്സും എല്ലാം ഞാൻ ഈ ഒരു വീഡിയോസിൽ ഞാൻ ഇനി പറയുന്നുണ്ട്. അപ്പം ഇതുവരെയുള്ള നമുക്ക് റിവൈസ് ചെയ്യാം, കാരണം ഇതുവരെയുള്ള മെയ് 2019 നമ്മുടെ ലാസ്റ്റ് അറ്റംപ്റ്റിൻ്റെ ആപ്ലിക്കബിൾ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറയാം. ഇനി ഞാൻ നവംബർ അടുപ്പിച്ച് വരുമ്പം കുറച്ച് എന്തെങ്കിലും ചേഞ്ചസ് ഇവർ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ, അമെൻമെൻറ്റ്സ് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതും കൂടെ ഞാൻ എൻ്റെ ചാനലിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. അതിന് മുമ്പ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. സോ ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ബേസിക് കോൺസെപ്റ്റ്സ് ആണ്. ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഇൻകം ടാക്സിൻ്റെത്. എൻ്റെ ടെക്സ്റ്റ് ബുക്ക് വന്നിട്ട് നവംബർ ആൻഡ് മെയ് 2018 ആപ്ലിക്കബിൾ ആയിട്ടുള്ളതാണ്. ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് ചാപ്റ്ററിന് നമ്മൾ മെയിനായിട്ട് ഇൻകം ടാക്സ് പഠിക്കുമ്പോൾ എല്ലാ ചാപ്റ്ററും നമ്മൾ റീഡ് ചെയ്ത് നോക്കണം. എല്ലാം പേപ്പേഴ്സൊക്കെ നല്ല രീതിയിൽ വായിച്ച് നോക്കണം. നമുക്ക് ക്ലാസ്സിൽ സാറൊക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്നൊക്കെ പറയും. എന്നിരുന്നാലും നമ്മൾ സ്റ്റഡി മെറ്റീരിയൽ നല്ല രീതിയിൽ എല്ലാ പേജസും നമ്മൾ വായിച്ചു പോവുക. ഫസ്റ്റ് വന്നിട്ട് ടെക്സ്റ്റിൽ പറയുന്നത് വാട്ട് ഈസ് ടാക്സ് എന്നാണ്. പിന്നെ എങ്ങനെയാണ് ടാക്സ് നമുക്ക് ലെവി ചെയ്യാൻ പറ്റുന്നത്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്കിതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു പോവുക. ഇനി ഞാൻ ഈ ചാപ്റ്ററിൽ പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. മെയിനായിട്ട് പൊതുവേ എല്ലാ എക്സാംസിനും വരുന്ന കുറച്ച് ടോപ്പിക്സ് ഉണ്ട് ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന്. ഇതിൽ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് നമ്മൾ റിബേറ്റ് എല്ലാ സെക്ഷൻസും പഠിച്ചു വയ്ക്കുക. മിക്കവാറും നമുക്ക് റിബേറ്റൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻ ആൻസറിൽ നമ്മൾ നോട്ട് ചെയ്യേണ്ടി വരും. അതിൻ്റെ സെക്ഷൻ 87A ഇതെല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്യുക. ഇതെല്ലാം നമ്മൾ എഴുതി വയ്ക്കുക പേപ്പറിൽ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ റിബേറ്റ് പഠിക്കുക. പിന്നെ റിബേറ്റ് എത്ര രൂപയ്ക്ക് 2500 അല്ലെങ്കിൽ അസസ്മെൻറ്റ് ഇയറിൽ വരുന്ന ടോട്ടൽ ഇൻകം, അതിന് ഏതാണ് വിച്ച് അവർ ഇസ് ലെസ്, അപ്പോൾ 2500 നമ്മൾ കൊടുക്കുക റിബേറ്റായിട്ട്. അത് പഠിച്ചു വയ്ക്കുക. ഈ പ്രാവശ്യത്തെ എമൗണ്ട് 2500 ആണ്. സെക്ഷൻ 87A ആണ്. പിന്നെ അതിൻ്റെ സ്ലാബ് റേറ്റ്സ് നമ്മളൊരു ടാബ്ലർ ഫോമിൽ അവർ കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സർചാർജ് വരുന്നുണ്ട്. സർചാർജ് നമ്മൾ നല്ല രീതിയിൽ പഠിക്കണം, എത്ര പെർസെൻറ്റേജ് ആണെന്നത്. ടോട്ടൽ ഇൻകം 50 ലാക്സിൽ കൂടുതലും എന്നാൽ 1 crore താഴെയാണെങ്കിൽ നമ്മൾ ഇൻകം ടാക്സിൽ നമ്മൾ 10% ആണ് സർചാർജ് ആയിട്ട് എടുക്കുന്നത്. അല്ല, നമ്മുടെ ഇൻകം ടാക്സ് മോർ ദാൻ 1 crore വരുവാണെങ്കിൽ 50% ആണ് കൊടുക്കുന്നത്. ഇത് ഇത്രയും നമ്മൾ പഠിച്ചു വെക്കണം, കാരണം ഇതൊക്കെ നമ്മൾ ആപ്ലിക്കബിൾ ആണ്. നമ്മുടെ ടാക്സ് ലയബിലിറ്റിയൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പം ആവശ്യമുള്ള കാര്യങ്ങളാണ്. പിന്നെ വന്നിട്ട് ഇപ്രാവശ്യത്തെ ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ ഇതുവരെ നമുക്ക് എഡ്യൂക്കേഷൻ സെസ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. 2% ആൻഡ് 1% എന്നൊരു സംഭവം ഉണ്ടായിരുന്നു. അതിന് ഇവർ ടോട്ടലായിട്ട് എടുത്തു മാറ്റിയിട്ട് നമുക്ക് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ പെർസെൻറ്റേജ് 4% ആണ്. നേരത്തെയുള്ള പ്രോബ്ലംസിൽ നമ്മൾ നേരത്തെ ചെയ്തിരുന്ന എഡ്യൂക്കേഷൻ സെസ് 1%, 2%. അതിന് പകരം നമ്മൾ എഴുതുന്നൊരു കാര്യമാണ് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് എന്ന് പറയുന്നത്. ഇത് ഗവൺമെൻറ് കൊണ്ടുവരാനുള്ള കാര്യം എന്ന് വെച്ചാൽ കുറച്ചും കൂടെ നമ്മുടെ ഗവൺമെൻറ് കൂടുതൽ ഹെൽത്തിലും എന്നാൽ കുറച്ചും കൂടെ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കൊണ്ടുവന്നതിൻ്റെ ഭാഗമായിട്ട് വന്ന ഒരു കാര്യമാണ് ഇൻകം ടാക്സിൽ. അത് എല്ലാവരും നോട്ട് ചെയ്യുക, കാരണം എല്ലാവരും എന്ന് വെച്ചാൽ പഴയ രീതിയിൽ എഡ്യൂക്കേഷൻ സെസ് വയ്ക്കും. ഒരു 10-15 മാർക്കിന് തന്നെ അമെൻമെൻറ്റ്സ് നമ്മൾ പഠിച്ചോ ഇല്ലെന്ന് ചെക്ക് ചെയ്യുന്ന രീതിയിൽ എക്സാമിന് വരാറുണ്ട്. പിന്നെ അടുത്തത് വന്നിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഞാൻ ഓൾമോസ്റ്റ് 2018 ക്വസ്റ്റ്യനിൽ വന്ന ഒരു ഇതാണ് അസസി എന്നുള്ളൊരു കാര്യം. അസസി എന്നാൽ അസസിയുടെ ഡെഫിനിഷൻ. അത് അസസി എന്താണ് എന്ന് ചോദിക്കുമ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, അസസി എന്ന് പറയുന്നത് ഇൻകം ടാക്സ് ആരാണോ പേ ചെയ്യുന്നത് ആ വ്യക്തിയെ പറയുന്നതാണ് അസസി. പക്ഷേ നമ്മൾ അത് മാത്രം എഴുതി വെച്ചാൽ പോരാ, ഈ എല്ലാ പോയിൻറ്റ്സും എന്ന് പറഞ്ഞാൽ അസസി എന്ന് പറഞ്ഞ ഒരാളെന്ന് പറഞ്ഞത് നമ്മൾ ഇൻകം ടാക്സ് പേ ചെയ്യുന്ന ആളാണ്. ഈ പോയിൻറ്റ്സ് അത്രയും അതുപോലെ ഒരു വാക്ക് പോലും മാറാതെ, കാരണം നമുക്ക് കീ വേർഡ്സിനാണ് നമുക്ക് മാർക്ക് ഇരിക്കുന്നത്. കീ വേർഡ്സില്ല, നമ്മൾ ഓൺ വേർഡ്സ് എഴുതുമ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തുള്ള കുറച്ച് വേർഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ചെയ്യുമ്പം നമുക്ക് മാർക്സ് കിട്ടാൻ കുറവുണ്ട്. കാരണം പേപ്പർ കറക്റ്റ് ചെയ്യുന്ന ആൾ ചിലപ്പോൾ CA ആയിരിക്കണമെന്നില്ല. പുള്ളിക്കാരൻ്റെ കയ്യിൽ ആൻസർ കീ കൊടുക്കുമ്പം ഈ കീ വേർഡ്സ് ഉണ്ടോ എന്ന് നോക്കും. അതില്ലെങ്കിൽ നമുക്ക് മാർക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് ഡെഫിനിഷൻ അതുപോലെ പഠിച്ചു വയ്ക്കുക. അസസി എന്താണ്, സെക്ഷൻ 2 സബ്സെക്ഷൻ 7 നമ്മളെല്ലാത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതിന് സെക്ഷൻ കൂടെ പഠിച്ചു വയ്ക്കുക. സെക്ഷൻ കൂടെ എഴുതുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഇംപ്രഷൻ കിട്ടും. അടുത്ത ടോപ്പിക്ക് വന്നിട്ട് പേഴ്സൻ്റെ ഡെഫിനിഷൻ, അതിൻ്റെ പേഴ്സൻ്റെ സെക്ഷൻ നമ്പറൊക്കെ പഠിച്ചു വയ്ക്കുക.
പിന്നെ പേഴ്സൺസ് ആരൊക്കെയാണെന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാൽ നമ്മൾ മനുഷ്യർ എന്നുള്ള ഒരാൾ മാത്രമല്ല വരുന്നത്. അവിടെ HUF, ലോക്കൽ അതോറിറ്റി, പേഴ്സൺ, കമ്പനി, ഫേം, AOP, BOI എല്ലാം വരുന്നതാണ് പേഴ്സൺ എന്ന് പറയുന്നത്. പിന്നെ വന്നിട്ട് നമ്മുടെ HUFനെ കുറിച്ച് ഇവർ പറയുമ്പം 2 തരം ഹിന്ദു ലോയിനെ കുറിച്ച് പറയുന്നുണ്ട്, സ്കൂൾസ് ഓഫ് ഹിന്ദു ലോ. ഒന്ന് വന്നിട്ട് ദയഭാഗ സ്കൂളും ഒന്ന് മിതാക്ഷര സ്കൂളുമാണ്. ദയഭാഗ സ്കൂൾ വന്നിട്ട് നമ്മുടെ വെസ്റ്റ് ബംഗാൾ ആൻഡ് ആസാമിൽ മാത്രം ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യമാണ് ഹിന്ദു ലോ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. മിതാക്ഷര എന്ന് പറയുന്നത് വെസ്റ്റ് ബംഗാളും ആസാമും ഒഴിച്ചിട്ട് ബാക്കിയുള്ള റീജിയൻസിൽ വരുന്നതാണ് മിതാക്ഷര സ്കൂൾ എന്ന് പറയുന്നത്. പക്ഷേ എന്താണ് ദയഭാഗ സ്കൂളും മിതാക്ഷരം തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്? കാര്യം എന്ന് വെച്ചാൽ ഇവർക്ക് കിട്ടുന്ന ഈ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പം അവർക്ക് കിട്ടുന്ന ഷെയർ എന്ന് പറയുന്നത്, ആദ്യം ദയഭാഗ വന്നിട്ടെന്ന് പറഞ്ഞാൽ അച്ഛൻ മരിച്ചു കഴിഞ്ഞിട്ട് മാത്രമേ കുട്ടികൾക്ക് അവരുടെ റൈറ്റ് പ്രോപ്പർട്ടിയിൽ എന്തെങ്കിലും ഷെയറോ റൈറ്റോ ഒക്കെ കിട്ടത്തുള്ളൂ. എന്നാൽ മിതാക്ഷരം എന്നാൽ ജസ്റ്റ് ഓപ്പോസിറ്റാണ്. അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ബൈ ബർത്തിൽ തന്നെ അവർക്ക് അവരുടെ ഷെയറും റൈറ്റും എല്ലാം കിട്ടുന്നുണ്ട്. അതാണ് ഇവിടുത്തെ ഹിന്ദു ലോ പറയുന്നത്. പിന്നെ അടുത്ത് വന്നിട്ട് കമ്പനിയുടെ ഡെഫിനിഷൻ ഉണ്ട്, സെക്ഷൻ 2 സബ്സെക്ഷൻ 17. അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് വായിച്ചു വയ്ക്കുക. എന്താണ് ഇതിൽ കാര്യം, അവരെന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്, എന്തൊക്കെയാണ് കമ്പനി എന്നൊക്കെ പഠിച്ചു വയ്ക്കുക. പിന്നെ അതിൻ്റെ പലതരം ഡിഫറൻസ് ഉണ്ട്, പല ക്ലാസ്സസ് പറയുന്നുണ്ട്. ഡൊമസ്റ്റിക് കമ്പനി ഉണ്ട്, പിന്നെ വന്നിട്ട് നമുക്ക് ഫോറിൻ കമ്പനി ഉണ്ട്. ഇതൊക്കെ വായിച്ചു വയ്ക്കുക. കാര്യം എന്ന് വെച്ചാൽ എന്തെങ്കിലും പ്രോബ്ലം ആപ്ലിക്കബിൾ എന്തെങ്കിലും വരുമ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ ഈസി ആയിരിക്കും, എന്താണ് ആ കമ്പനിന്ന് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞു വെച്ചാൽ. പിന്നെ വന്നിട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ക്യാപിറ്റൽ റവന്യൂ റെസിപ്റ്റ്സിൻ്റെ ഡിസ്റ്റിങ്ഷൻ പഠിച്ചു വയ്ക്കണം. എന്ന് പറഞ്ഞാൽ ക്യാപിറ്റലും റവന്യൂ റെസിപ്റ്റ്സിൻ്റെ ഡിസ്റ്റിങ്ഷൻ ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഇവർ തിയറി എന്തെങ്കിലും നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതല്ല പ്രോബ്ലത്തിൽ എന്തെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ ക്യാപിറ്റൽ റവന്യൂ റെസിപ്റ്റ്സിൻ്റെ ഡിഫറൻസ് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ആൻസർ നല്ല രീതിയിൽ എഴുതാൻ പറ്റുള്ളൂ. പിന്നെ വന്നിട്ട് പിന്നെയുള്ള പേജസിൽ വരുന്നതെന്ന് പറയുന്നത് ഇന്ത്യയുടെ എന്താണ് ഇന്ത്യ, എൻ്റെ ഡെഫിനിഷനാണ്. ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട് ടെറിട്ടറി ഓഫ് ഇന്ത്യ വരുന്നത്, പിന്നെ ടെറിട്ടോറിയൽ വാട്ടേഴ്സ് ഉണ്ട്, പിന്നെ അണ്ടർലൈൻ സബ്സോയിൽ വരുന്നുണ്ട്, കോണ്ടിനെൻ്റൽ ഷെൽഫ്, എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ, പിന്നെ എനി അതർ സ്പെസിഫൈഡ് മാരിടൈം സോൺ ആൻഡ് ദ എയർ അബോവ് ഇറ്റ്സ് ടെറിട്ടറി ആൻഡ് ടെറിട്ടോറിയൽ വാട്ടേഴ്സ്. ഇത് ഇത്രയും കൂടെ ചേരുന്നതാണ് ഇന്ത്യയുടെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഇത്രയും കൂടെ ഇൻക്ലൂഡഡ് ആണ് ഇന്ത്യ എന്ന് പറയുമ്പോൾ. പിന്നെ നമ്മൾ വേറെ പഠിച്ചു വയ്ക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മാക്സിമം മാർജിനൽ റേറ്റും ആവറേജ് റേറ്റ് ഓഫ് ടാക്സിൻ്റെ ഡെഫിനിഷൻ 2 നമ്മൾ പഠിച്ചു വയ്ക്കണം. പിന്നെയുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് പറഞ്ഞ് ചിലപ്പോൾ സ്കിപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് ഈ 2 അസസ്മെൻറ്റ് ഇയറിൻ്റെയും പ്രീവിയസ് ഇയറിൻ്റെയും ഡെഫിനിഷൻസ്. എന്നാൽ ഡെഫിനിഷൻസ് അല്ല, നമ്മൾ ഇത് നല്ല രീതിയിൽ, കാരണം ഒരു തവണ നമ്മൾ എക്സാംസിന് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ കൂടിയാണ്. എന്താണ് അസസ്മെൻറ്റ് ഇയർ എന്ന് ചോദിച്ചിട്ടുണ്ട്, പ്രീവിയസ് ഇയർ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ വന്നിട്ട് പിന്നെ അടുത്ത് വന്നിട്ട് പറയുന്നത് പ്രീവിയസ് ഇയർ ഫോർ അൺഡിസ്ക്ലോസ് സോഴ്സസ് ഓഫ് ഇൻകം. എന്താണ് പ്രീവിയസ് ഇയറിൽ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യാത്ത ഇൻകം എന്ത് ചെയ്യും എന്നാണ് ഇൻകം ടാക്സ് പറയുന്നത്. ഇത് അത്രയും നമുക്ക് എക്സാംസിന് ചോദിച്ചിട്ടില്ല, എന്നിരുന്നാൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇവർക്ക് ചിലപ്പം പുതിയതായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ ഈ സെക്ഷൻസിൽ നിന്നൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഇതെല്ലാം പഠിച്ചു വയ്ക്കുകയാണ്. ക്യാഷ് ക്രെഡിറ്റ്സ് അൺഎക്സ്പ്ലെയിൻഡ് എന്ന് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇൻകം ടാക്സ് എന്ന സംഭവം വരുമ്പോൾ നമ്മൾ അസസ്മെൻറ്റ് ഇയറിൽ പ്രീവിയസ് ഇയറിൽ എന്തെങ്കിലും ഒരു ഇൻകം ഉണ്ട്, അതിന് നമുക്ക് കറക്റ്റായിട്ട് ഒരു സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ അസസിങ് ഓഫീസറിന് കൊടുക്കാൻ പറ്റിയില്ല. ഈ ഇൻകം എവിടെ നിന്ന് വന്നു, അതിനുള്ള സോഴ്സ് പറയാൻ പറ്റിയില്ലെങ്കിൽ അസസിങ് ഓഫീസർ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അത് ആ പ്രീവിയസ് ഇയറിൽ ഇൻകമായിട്ട് കൺസിഡർ ചെയ്യും. അതാണ് ഈ 2 വരുന്നത്. ഈ 2 അല്ലല്ലോ, 3, 4, 5, 6 വരുന്നുണ്ട്. ക്യാഷ് ക്രെഡിറ്റ്സ്, അൺഎക്സ്പ്ലെയിൻ ഇൻവെസ്റ്റ്മെൻറ്റ്സ്, അൺഎക്സ്പ്ലെയിൻ മണി, എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്, അതിന് അൺഎക്സ്പ്ലെയിൻ എക്സ്പെൻഡിച്ചർ, എമൗണ്ട് ബോറോഡ് ഓർ റീപെയ്ഡ് ഓൺ ഹുണ്ടി. ഇത് ഇത്രയും കൂടെയാണ് വരുന്നത്. അടുത്ത ഇതിൽ വരുന്നതെന്ന് വെച്ചാൽ certain cases when income of a previous year will be assessed in the previous year itself. ഇതുവരെ നമ്മൾ അസസ്മെൻറ്റ് ഇയറിൽ പറയുന്നതെന്ന് വെച്ചാൽ പ്രീവിയസ് ഇയറിലെ ഇൻകത്തിനെയാണ് നമ്മൾ അടുത്ത വരുന്ന അസസ്മെൻറ്റ് ഇയറിൽ നമ്മൾ ടാക്സ് ചെയ്യത്തുള്ളൂ. പക്ഷേ ചില സെർട്ടൺ കേസസിൽ പ്രീവിയസ് ഇയറിൽ വരുന്ന ഇൻകം ടാക്സിന് ആ ഇയറിൽ തന്നെ നമ്മൾ ടാക്സ് കൊടുക്കേണ്ടി വരും. അതാണ് ഈ ഒരു ഇത്തരം വരുന്നത്. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ്. മിക്കവാറും എക്സാംസിന് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനും കൂടിയാണ്. അതിന് ഞാൻ പറയുന്നത് നമ്മുടെ ടെക്സ്റ്റിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ എല്ലാം ഇത് കൂടുതലായിട്ട് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതിന് പകരം ഇവിടെ ഇതിൻ്റെ ഒരു നോട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. ഇതിൻ്റെ അകത്ത് ഞാൻ ഈ പറയുന്ന പോർഷൻസ്, എക്സംഷൻസ്
സിറ്റുവേഷൻസ് where income of the previous year is chargeable to tax in the same year itself എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ 4 പോയിൻറ്റ്സ് മാത്രം എഴുതുക, 4-5 പോയിൻറ്റ്സ് എഴുതുക. കാരണം ടെക്സ്റ്റിൽ ഒരുപാട് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഒന്നും വേണ്ട, ഈ 5 പോയിൻറ്റ്സ് നല്ല കൃത്യമായിട്ടൊന്ന് എഴുതിയാൽ തന്നെ നല്ല രീതിയിൽ മാർക്സ് കിട്ടുന്നതായിരിക്കും. അതിന് ഇൻകം ഓഫ് നോൺ റെസിഡൻറ്റ് ഷിപ്പിംഗ് കമ്പനീസിൻ്റെയും ഇൻകം ഓഫ് പേഴ്സൺസ് ലിവിങ് ഇൻ either permanently or for a long period of time, income of persons trying to sell or dispose of an asset with a view to avoid tax, association or bodies formed for short duration, പിന്നെ ഇൻകം ഓഫ് ഡിസ്കണ്ടിന്യൂഡ് ബിസിനസ്. ഇത് ഇത്ര എഴുതുന്നതിനോടൊപ്പം നമ്മുടെ ടെക്സ്റ്റിൽ ഈ പറഞ്ഞ ഓരോ ഹെഡിങ്ങിന് സെക്ഷൻസ് കാണിച്ചിട്ടുണ്ട്. അതെന്ന് പറയുന്നത് എൻ്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓരോ സെക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഷിപ്പിംഗ് ബിസിനസ്സിൻ്റെ സെക്ഷൻ 172. ഈ സെക്ഷൻസും കൂടെ നോട്ട് ചെയ്തിട്ട് നിങ്ങൾ ആൻസർ പ്രസൻറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല രീതിയിൽ നിങ്ങൾക്ക് മാർക്സ് കിട്ടും. കാരണം പ്രസൻറ്റേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻകം ടാക്സിൻ്റെ കാര്യത്തിലും ബാക്കിയുള്ള എല്ലാ പേപ്പേഴ്സിലും പ്രസൻറ്റേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ സെക്ഷൻസ് ഒന്നും പഠിക്കാൻ മറക്കരുത്. സെക്ഷൻസ് പഠിക്കുക. പിന്നെ ഒരു കാര്യം, സെക്ഷൻസ് അറിഞ്ഞൂടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ സെക്ഷൻസ് ക്ലിയർ ആയിട്ട് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ആ സെക്ഷൻ എഴുതാൻ പോകരുത്. കാരണം സെക്ഷനിൽ ഒരു നമ്പർ ചേഞ്ച് ചെയ്താൽ പിന്നെ നിങ്ങൾ ബാക്കി എഴുതുന്ന കാര്യം എത്ര കറക്റ്റ് എന്ന് പറഞ്ഞാൽ അവരത് കട്ട് ചെയ്ത് കളയും. കാരണം സെക്ഷൻസ് അത്ര ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളത് നോട്ട് ചെയ്യാവുള്ളൂ. പിന്നെ അടുത്ത് വന്നിട്ട് നമ്മുടെ സ്ലാബ് റേറ്റ്സ് ആണ്. ഈ ഒരു ചാപ്റ്ററിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, ഈ ഒരു ചാപ്റ്റർ പഠിച്ചാലേ നിങ്ങൾക്ക് ടാക്സ് ലയബിലിറ്റി ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനാദ്യം അറിയേണ്ടത് ഓരോ ഇൻഡിവിജ്വൽ HUF പിന്നെ ഓരോ തരത്തിൽ ഏജിലുള്ളവർക്കൊക്കെ ഇൻകം ടാക്സ് കൊടുക്കുന്ന സ്ലാബ് റേറ്റ്സ് വളരെ ഡിഫറെൻ്റ് ആണ്. ഇതനുസരിച്ചാണ് ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് വന്നിട്ട് ഇത് ആപ്ലിക്കബിൾ ആവുന്നത് ഇൻഡിവിജ്വൽ, HUF, അസോസിയേഷൻ ഓഫ് പേഴ്സൺസ്, ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ് ആൻഡ് ആർട്ടിഫിഷ്യൽ ജുഡിക്കൽ പേഴ്സൺ ആണ്. ഇവർക്ക് ഇത്രയും പേർക്കാണ് ആപ്ലിക്കബിൾ ആവുന്നത്. ഇത് ആദ്യം പറയുന്നത് 2,50,000 വരെ അവർക്ക് ടാക്സ് കൊടുക്കേണ്ട, അത് നില്ലാണ്. പക്ഷേ 2,50,000 കൂടുതലും എന്നാൽ 5 lakhന് താഴെയുള്ളവർക്ക് 5% ഓഫ് ദ എമൗണ്ട് ബൈ വിച്ച് ദ ടോട്ടൽ ഇൻകം എക്സീഡ്സിന് 5% കൊടുക്കേണ്ടി വരും ടാക്സ് ആയിട്ട്. എന്നാൽ 5 lakh കൂടുതൽ, എന്നാൽ 10 lakhsന് താഴെയാണെങ്കിൽ 12,500 പ്ലസ് 20% കൊടുക്കേണ്ടി. 12,500 എന്ന് പറഞ്ഞിട്ട് എന്താണ്, ഈ 5 lakh മൈനസ് 2,50,000 ആ 2,50,000 5% ആണ് 12,500. അതും ഇൻക്ലൂഡ് ആവും ഇതിൻ്റെ അകത്ത്. ഞാൻ എപ്പോഴാണ് 5 lakh കൂടുമ്പോൾ അതിൻ്റെ കൂടെ ഒരു 20% കൂടെ വരും. പിന്നെ വേറെ ടോട്ടൽ ഇൻകം എക്സീസ് 10 lakhs എന്ന് പറയുമ്പം 1,12,500 പ്ലസ് 30% കൂടെ വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഒരു പ്രോബ്ലമാണ് കൊടുത്തിരിക്കുന്നത്. ഈ പ്രോബ്ലം അതുപോലെ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് ആ സ്ലാബ് റേറ്റ് എങ്ങനെ ചെയ്യുന്നതെന്നൊന്ന് കുറച്ചും കൂടെ ക്ലാരിഫൈ ആവുന്നൊരു പ്രോബ്ലമാണ് ഈ കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് വന്നിട്ട് ഏജ് ഉണ്ട്. നമ്മളിപ്പം 59 years വരെ കുഴപ്പമില്ല. പക്ഷേ ഒരു ഇൻഡിവിജ്വൽ 60 years അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആണെങ്കിൽ ബട്ട് ലെസ് ദാൻ 80 years ആ ആൾ വന്നിട്ട് സീനിയർ സിറ്റിസൺ ആയിരിക്കും. അവർക്കുള്ള സ്ലാബ് റേറ്റ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. കാരണം കഴിഞ്ഞ ഇൻഡിവിജ്വലിന് വന്നിട്ട് 2,50,000 വരെ ഇൻകം ടാക്സ് കൊടുക്കണമെങ്കിൽ ഇവിടെ സീനിയർ സിറ്റിസന് 3 lakh വരെ ഇൻകം ടാക്സ് കൊടുക്കണ്ട. അത് കഴിഞ്ഞിട്ടുള്ള സ്ലാബ് റേറ്റ്സ് നമുക്ക് നോക്കാം. വന്നിട്ട് 3 lakhs എക്സീഡ്സ് 3 ലക്ഷത്തിൽ കൂടുതലുണ്ട്. ബട്ട് ഡസ് നോട്ട് എക്സിഡ് 5 lakhs കൂടുന്നില്ലെങ്കിൽ 5%. എന്നാൽ വേറെ ടോട്ടൽ ഇൻകം എക്സീഡ്സ് 5 lakh ബട്ട് ഡസ് നോട്ട് എക്സീഡ് 10 lakhs ആണെങ്കിൽ ₹10,000 പ്ലസ് 20%. ഈ 10,000 എവിടെ നിന്നൊന്നും മനസ്സിലായല്ലോ. 5 lakh മൈനസ് 3 lakh എന്ന് പറഞ്ഞാൽ 2 lakhൻ്റെ 5% ആണ് ₹10,000 പ്ലസ് 20%. ഇത് ഇത്രയുണ്ട്. പിന്നെ വേറെ ടോട്ടൽ ഇൻകം എക്സീസ് 10 lakhs ആണെങ്കിൽ 1,10,000 പ്ലസ് 30% വരുന്നുണ്ട്. ഇത് ഇത്ര സ്ലാബ് റേറ്റ്സ് നല്ല രീതിയിൽ കാണാതെ പഠിക്കുക. ഇത് ഇത്ര വന്നിട്ട് സീനിയർ ആണ്, 60 years ഓർ മോർ ആണ്, പക്ഷേ ലെസ് ദാൻ 80 years ആണ് വരുന്നത്. എന്നാൽ ഇവിടെ ആണെങ്കിൽ എന്താണ്, 80 years അല്ലെങ്കിൽ 80 yearsന് കൂടുതൽ വയസ്സുള്ളവർക്ക് ഉള്ള സ്ലാബ് റേറ്റ് എന്ന് പറയുന്നത് 5 lakh വരെ ഇൻകം ടാക്സ് കൊടുക്കണം. അത് നില്ലാണ്. എന്നാൽ 5 lakh കൂടുതലും ബട്ട് ലെസ് ദാൻ 10 lakhs ആണെങ്കിൽ 20%. വേറെ ടോട്ടൽ ഇൻകം എക്സീസ് 10 lakhs ആണെങ്കിൽ 1 lakh പ്ലസ് 30% ആണുള്ളത്. എന്നാൽ ഫേം ആൻഡ് LLPക്ക് ഉള്ളതെന്ന് പറയുന്നത് ഒരു ഫ്ലാറ്റ് റേറ്റ് ആണ്, 30%. ലോക്കൽ അതോറിറ്റിക്ക് 30%. കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് എന്താണ് 10,000 എക്സീഡ് ചെയ്യുന്നില്ലെങ്കിൽ ₹10,000 ടോട്ടൽ ഇൻകം ഡസ് നോട്ട് എക്സ് ആണെങ്കിൽ 10% ഓഫ് ദ ടോട്ടൽ ഇൻകം. എക്സീഡ്സ് ₹10,000 ബട്ട് ഡസ് നോട്ട് എക്സീഡ് 20,000 ആണെങ്കിൽ നേരത്തെ ഉള്ള 1,000 പ്ലസ് 20% ആണ്. അതായത് ടോട്ടൽ ഇൻകം എക്സീഡ്സ് 20,000 ആണെങ്കിൽ ₹3,000 പ്ലസ് 30%. പിന്നെ കമ്പനിയുടെ ഉണ്ട്. കമ്പനിയുടെ ഇതിൽ അവർ കൊണ്ടുവന്ന ചേഞ്ചസ് എന്ന് പറയുന്നത് ഇൻ കേസ് ഓഫ് എ ഡൊമസ്റ്റിക് കമ്പനി ഇഫ് ദ ടേൺ ഓവർ ഓർ എ ഗ്രോസ് റിസീപ്റ്റ് ഇൻ ദ പ്രീവിയസ് 2016 അവർ പ്രീവിയസ് ഇയർ മാറ്റിയിട്ടുണ്ട്. പ്രീവിയസ് ഇയർ വന്നിട്ട് 2016 to 17 ആക്കിയിട്ടുണ്ട്. എമൗണ്ട് മാറ്റിയിട്ടുണ്ട്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 250 crores ആണ്.
അപ്പോൾ അവർക്കുള്ള കൊടുക്കേണ്ട ടാക്സ് എന്ന് പറയുന്നത് 25% ആണ്. അതുകൊണ്ട് ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഇൻ കേസ് ഡൊമസ്റ്റിക് കമ്പനി വന്നിട്ട് ഇഫ് ദ ടോട്ടൽ ടേൺ ഓവർ ഓർ ഗ്രോസ് ടേൺ ഓവർ ഇൻ ദ പ്രീവിയസ് ഇയർ 2016-17 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 250 crores, 25% ഓഫ് ദ ടോട്ടൽ ഇൻകം. ഇൻ അതർ കേസ് 30% ഓഫ് ദ ടോട്ടൽ ഇൻകം. അത് നിങ്ങളൊന്ന് നിങ്ങൾ ഇപ്പോൾ ഈ ഉള്ള ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് 2018 ടെക്സ്റ്റ് ബുക്കാണ്, നിങ്ങൾ പുതിയ ടെക്സ്റ്റ് ബുക്ക് ഓർഡർ ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഞാൻ ഈ പറയുന്ന ചേഞ്ചസ് ഒന്ന് ഇവിടെ ഒന്ന് നോട്ട് ചെയ്യുകയോ എന്തെങ്കിലും മതി. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോക്കിയത് അപ്പം തന്നെ പഠിച്ചു പോകാൻ പറ്റും. പിന്നെയുള്ള കാര്യം എന്ന് പറയുന്നത് പിന്നെ ഓരോ സെക്ഷൻസിനുള്ള റേറ്റ് ഓഫ് ടാക്സ് എന്ന് പറയുന്നത് സെക്ഷൻ 112 ഇപ്പോൾ 112 കഴിഞ്ഞിട്ട് ഇപ്പോൾ സെക്ഷൻ 112A കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് ഈ പ്രാവശ്യത്തെ പുതിയ അമെൻമെൻറ്റ്. മിക്കവാറുള്ള എല്ലാ പ്രോബ്ലംസിലും ഉണ്ട്. അത് വന്നിട്ട് ഇവിടെ ഞാൻ നോട്ട് എഴുതി വെച്ചിട്ടുണ്ട്. സെക്ഷൻ 112 ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് അതർ ദാൻ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സബിൾ ആസ് പെർ സെക്ഷൻ 112A എന്ന് പറയുന്നത് 20% ആണ്. പിന്നെ അടുത്ത സെക്ഷൻ പുതിയതായിട്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കേണ്ടതാണ് എന്ന് പറഞ്ഞാൽ സെക്ഷൻ 112A ആണ്. ഇതിൻ്റെ അകത്ത് പറയുന്നത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസിനെ പറ്റിയാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. പക്ഷേ നോട്ട് ചെയ്യേണ്ട കാര്യം ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ഓൺ ട്രാൻസ്ഫർ ഓഫ് ഇക്വിറ്റി ഷെയർ ഇൻ എ കമ്പനി, യൂണിറ്റ് ഓഫ് എൻ ഇക്വിറ്റി ഓറിയൻറ്റഡ് ഫണ്ട്, യൂണിറ്റ് ഓഫ് ബിസിനസ് ട്രസ്റ്റ്, ഇത് ഇത്രയും വരുന്നുണ്ട്. പിന്നെ അതിനുള്ള കണ്ടീഷൻസ് ഉണ്ട്. കണ്ടീഷൻസ് എന്താണ് ആപ്ലിക്കബിൾ ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഇൻ കേസ് ഓഫ് ക്യാപിറ്റൽ അസറ്റ്, പിന്നെ അതിൻ്റെ ടൈം ഓഫ് പേയ്മെൻറ്റ് ഓഫ് STT ആണ്. ഇക്വിറ്റി ഷെയർസിൻ്റെ കമ്പനി എന്ന് വന്നിട്ട് ബോത്ത് അറ്റ് ദ ടൈം ഓഫ് അക്വിസിഷൻ ആൻഡ് ട്രാൻസ്ഫർ ആയിരിക്കണം. എന്താണ് ടൈം ഓഫ് പേയ്മെൻറ്റ് ഓഫ് STT വന്നിട്ട് ബോത്ത് അറ്റ് ദ ടൈം ഓഫ് അക്വിസിഷൻ ആൻഡ് ട്രാൻസ്ഫർ ആയിരിക്കണം. നെക്സ്റ്റ് യൂണിറ്റ്, സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് യൂണിറ്റ് ഓഫ് ഇക്വിറ്റി ഓറിയൻറ്റഡ് ഫണ്ട് ഓർ യൂണിറ്റ് ഓഫ് ബിസിനസ് ട്രസ്റ്റ് അറ്റ് ദ ടൈം ഓഫ് ട്രാൻസ്ഫർ. ഇത് ഇത്രയാണ് സെക്ഷൻ 12A എന്ന് പറയുന്നത്, സെക്ഷൻ 112A എന്ന് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ റേറ്റ് ഓഫ് ടാക്സ് വന്നിട്ട് 10% ആണ്. 112Aയുടേത് 10%, എന്നാൽ സെക്ഷൻ 112ൻ്റെത് 20% ആണ്. പിന്നെ വന്നിട്ട് ഈ ഇപ്പം പറഞ്ഞ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിന് ലെസ് ദാൻ 1 lakh ആണെങ്കിൽ, ഞാൻ സെക്ഷൻ 112Aയിൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ലെസ് ദാൻ ₹1 lakh ആണെങ്കിൽ റേറ്റ് ഓഫ് ടാക്സ് എന്ന് പറയുന്നത് 1 lakhന് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഗ്രേറ്റർ ദാൻ 1 lakh ആണെങ്കിൽ റേറ്റ് ഓഫ് ടാക്സ് എന്ന് പറയുന്നത് 10%. എന്നാൽ ലെസ് ദാൻ 1 lakh ആണെങ്കിൽ അത് എക്സംപ്റ്റ് ആണ്. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ അപ് ടു ₹1 lakh ഇസ് എക്സംപ്റ്റ്. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എക്സീഡിങ് ₹1 lakh ഇസ് ടാക്സബിൾ അറ്റ് 10%. ഇത് നിങ്ങൾ നോട്ട് ചെയ്യണം, ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. കാരണം മിക്കവാറും നമ്മുടെ ക്വസ്റ്റ്യനിൽ എക്സാമിൽ വരുന്ന ഒരു കാര്യം കൂടിയാണിത്. പിന്നെ നമ്മൾ ബാക്ക് ടു നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലോട്ട് വരാം. നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് നമ്മൾ സർചാർജ് എന്തൊക്കെയാണെന്നുള്ളത്, അതിൻ്റെ കാര്യങ്ങൾ റേറ്റ്സ് പഠിക്കുക, എത്ര എമൗണ്ടിൽ എത്ര ഗ്രേറ്റർ ആണ് സർചാർജിന്. 50 lakh rupees ഇത്ര ഓർത്താൽ മതി. 50 lakh rupees വരെ ഇൻകം ടാക്സിന് നമുക്ക് സർചാർജ് ഇല്ല. 50 lakhs കൂടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങളിപ്പം എക്സാമിന് വരുന്ന ഏതെങ്കിലും പ്രോബ്ലത്തിൽ ഇൻകം ടാക്സ് വന്നിട്ട് ഒരാൾ ഇൻകം വന്നിട്ട് മോർ ദാൻ 50 lakhs വരുവാണെങ്കിൽ മാത്രം നിങ്ങൾ സർചാർജും കൂടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അതിൻ്റെ മാർജിനൽ റിലീഫും കൂടെ പഠിച്ചു വെക്കണം. ഇത് ഇത്രയാണ് ഉള്ളത്. പിന്നെ ഇവിടെ വന്നിട്ട് സർചാർജിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഇപ്പം ഇഫ് ഇറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ 1 crore എന്ന് പറയുമ്പോൾ 50% ആണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഓരോ പ്രോബ്ലംസ് ഉണ്ട്. ഇപ്പോൾ ഉള്ള പ്രോബ്ലംസിൽ നമ്മുടെ ഇവിടെ കണ്ടോ എഡ്യൂക്കേഷൻ സെസ്സും SHEC ഇതും കൂടെ ഇവർ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇവർ ഇപ്പോൾ അത് മാറ്റിയിട്ടാണ് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് കൊണ്ടുവന്നത്. പക്ഷേ ഈ പ്രോബ്ലത്തിൽ എക്സ്ക്ലൂഡിങ് സെസ് എന്ന് പറഞ്ഞിട്ടാണ് ബാക്കിയുള്ള ഈ പ്രോബ്ലംസ് എല്ലാം ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് പേജിൽ റേറ്റ്സ് ഒന്നും ജസ്റ്റ് പഠിച്ചു വയ്ക്കുക. അതൊന്നും അധികം എക്സാമിന് ചോദിച്ചിട്ടില്ല, എന്നാലും റേറ്റ്സ് ഒക്കെ ഒന്ന് പഠിച്ചു വയ്ക്കണം. ഡൊമസ്റ്റിക് കമ്പനിയുടേതും അതേപോലെ തന്നെ ഇൻ കേസ് ഓഫ് ഡൊമസ്റ്റിക് കമ്പനി ഹിസ് ടോട്ടൽ ഇൻകം ഈസ് ഗ്രേറ്റർ ദാൻ 10 crore, അതിൻ്റെയൊക്കെ പഠിച്ചു വയ്ക്കണം. ഫസ്റ്റ് ലെസ് ദാൻ 10 crore ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ 1 crore ബട്ട് ലെസ് ദാൻ 10 crores ആണെങ്കിൽ അതിൻ്റെ റേറ്റ് ഓഫ് ടാക്സ് എന്ന് പറയുന്നത് 7%, എന്നാൽ ഗ്രേറ്റർ ദാൻ 10 crores ആണെങ്കിൽ 12%. പിന്നെ അടുത്ത് ഫോറിൻ കമ്പനിയുടെ ടാക്സ് റേറ്റ് ആണ്. അതും ഇതേപോലെ നമ്മുടെ ഡൊമസ്റ്റിക് കമ്പനി പറഞ്ഞ പോലത്തെ ഒരു സെക്ഷനാണ്. ഞാൻ ടോട്ടൽ ഇൻകം ഗ്രേറ്റർ ദാൻ 1 crore ബട്ട് ഇറ്റ് ഈസ് ലെസ് ദാൻ 10 crores ആണെങ്കിൽ 2%, അല്ലാത്ത സിറ്റുവേഷൻസിൽ 5% ആണ്. പിന്നെയുള്ളത് ഇത് ഇത്രയാണ്. ഇപ്പം ഈ ഒരു ചാപ്റ്റർ ഇത്രയാണ് ഉള്ളത്. പിന്നെ നിങ്ങൾ മെയിനായിട്ട് പഠിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവർ കൊണ്ടുവന്ന അമെൻമെൻറ്റ്സിൽ ഒന്നെന്ന് പറയുന്നത് ഇപ്പോൾ ഇവർ പറയുവാണ്, എന്താണ്ട് ഇതൊന്ന് നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക. സ്ക്രീൻഷോട്ട് എടുത്ത് ഒന്ന് വായിച്ച് നോക്കുക.
ഇതുവരെ പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വലിന് ഇപ്പോൾ 2018-19 പ്രീവിയസ് ഇയറിൽ, ഇപ്പോൾ നമ്മുടെ അസസ്മെൻറ്റ് ഇയർ 2019-20 ആണ്. അപ്പോൾ പ്രീവിയസ് ഇയർ വന്നിട്ട് 2018-19 ആണ്. അപ്പം ഏതെങ്കിലും സീനിയർ സിറ്റിസൺ അല്ലെങ്കിൽ വെരി സീനിയർ സിറ്റിസണിന് വന്നിട്ട് മാർച്ച് 31 ഏപ്രിൽ 1 ബർത്ത്ഡേ വരുന്നെങ്കിൽ, ഏപ്രിൽ 1 അവരുടെ ബർത്ത്ഡേ വരുന്നെങ്കിൽ 31 മാർച്ചിൽ അവർക്ക് ആ ഏജ് അറ്റൈൻ ചെയ്തതായിട്ട് ഇവർ അസ്യൂം ചെയ്യുന്നുണ്ട് ഇൻകം ടാക്സുകാർ. അപ്പോൾ എന്ന് പറയുന്നത് ഏപ്രിലിൽ അവർ എന്താണ് ഇവരെ കൺസിഡർ ചെയ്യുന്നത് സീനിയർ സിറ്റിസൺ ആയിട്ട് ഇവർക്ക് ആ സ്ലാബ് റേറ്റ് കൊടുക്കും. 3 lakh and 5 lakh റെസ്പെക്റ്റീവ്ലി ആയിട്ട് ഇവർക്ക് കൊടുക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒന്നുകൂടെ പറയാം, മാർച്ച് 30 ഏപ്രിൽ 1 ഏതെങ്കിലും ഇൻഡിവിജ്വൽ 60 ഇയേഴ്സ് അല്ലെങ്കിൽ വെരി സീനിയർ സിറ്റിസന് 80 years മോർ അറ്റൈൻ ചെയ്യുവാണെങ്കിൽ അവർ ആ ഏജ് മാർച്ച് 31 അറ്റൈൻ ചെയ്തതായിട്ട് അവർ ഇൻകം ടാക്സിൽ കൺസിഡർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ പ്രീവിയസ് ഇയറിൽ തന്നെ അവർക്ക് ആ സ്ലാബ് റേറ്റ് എന്ന് 3 lakh and 5 lakh റെസ്പെക്റ്റീവ്ലി എന്ന് പറഞ്ഞിട്ട് എന്താണ് ആ സ്ലാബ് റേറ്റ് എക്സംഷൻ ലിമിറ്റ് കൊടുക്കുന്നതാണ്. ഇത് ഇത്രയാണ് നമ്മുടെ ബേസിക് കോൺസെപ്റ്റ്സിലുള്ള നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ്. ഇത് ഇത്രയും കമ്പൽസറി ആയിട്ട് പഠിച്ചിട്ട് പോകണം. പിന്നെയുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ടെക്സ്റ്റിൻ്റെ പുറകിൽ നമ്മൾ എല്ലാ പ്രോബ്ലംസും നമ്മൾ വർക്കൗട്ട് ചെയ്യണം, എല്ലാം പഠിച്ചു പോകണം. ഒന്ന് നമ്മൾ ഞാൻ ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് പറഞ്ഞ് വിട്ടു പോകരുത്. എല്ലാം നമുക്ക് ആവശ്യമായിട്ടുള്ള നോട്ട്സാണ്. വേറെ ഒന്നും നിങ്ങൾ പഠിച്ചില്ല, ഇതിൻ്റെ പ്രാക്ടീസ് മാനുവൽ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. സ്റ്റഡി മെറ്റീരിയൽ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. നിങ്ങൾക്ക് സേഴ്സിൻ്റെയൊക്കെ നോട്ടുണ്ടെങ്കിൽ പ്രശ്നമില്ല, അത് പഠിക്കുക. പക്ഷേ നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ ICAയുടെ സ്റ്റഡി മെറ്റീരിയൽ